നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ കറണ്ടിന് പോകാൻ കണ്ടൊരു സമയം പെണ്ണിനെ കാണുന്നില്ലല്ലോ. പേടിയാവുന്ന മുത്തശ്ശി, നല്ല ഇരുട്ട്, കറണ്ടും ഇല്ല, വന്ദനമ്മയെ കാണാനും ഇല്ല. അവൾ ഇപ്പോഴിങ്ങെത്തും, മോള് പേടിക്കാതെ. ബൈക്കിലെത്തിയിരിക്കുന്നത് ജഗന. നാശം. ഇപ്പൊ തട്ടിക്കൊണ്ടുപോകാൻ നോക്കിയാൽ ചിലപ്പോ പണിപാളും. വണ്ടി എടുക്കടാ. ഏയ് പേടിക്കണ്ട, വെളിച്ചവുമായിട്ട് ഞാനുണ്ട് കൂടെ. ഇതൊക്കെ നിങ്ങൾ ഒപ്പിച്ച പണിയാണോ? ഏത്? ഈ കറണ്ട് കേട്ടോ? ഏയ്, ഇത് ദൈവമായിട്ട് എനിക്ക് തന്നൊരു ഗോൾഡൻ ചാൻസാ. എന്താ? ഈ പവർ ഫെയിലിയറും ഇരുട്ടും ഇതുവഴി വന്ദന വരാനും ഈ ബൈക്കുമായി ഞാൻ വരാനും വലിയ ത്യാഗമൊന്നും വേണ്ട. വെളിച്ചം കാണിക്കുന്നവനെ വെറുക്കാം, വെളിച്ചത്തെ വെറുക്കാൻ പാടില്ല. തെറ്റിദ്ധരിക്കണ്ട. എന്റെ ബൈക്കിൽ കയറിയാൽ വേഗം ഞാൻ വീട്ടിലെത്തിക്കാം. അയ്യടാ, മോഹമൊക്കെ കൊള്ളാം. മോഹം ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ പറഞ്ഞത് ആ മോഹം ഉള്ളിൽ വെച്ചല്ല. കൂറ്റിരുട്ട്, റോഡിലാണെങ്കിൽ ഒരല്പം പോലും വെളിച്ചമില്ല. രാത്രി വല്ല ഇഴജന്തുക്കളുടെയോ വല്ല തെരുനായ്ക്കളുടെയോ ഒന്നും ശല്യം ഉണ്ടാകാൻ പാടില്ല. ബൈക്കിൽ കയറിയ ഞാൻ ശരവേഗത്തിൽ വണ്ടി വീട്ടിലെത്തിക്കാം. അയ്യോ, സഹായിക്കണ്ടേ? വേണ്ടെങ്കി വേണ്ട. പക്ഷേ വന്ദനയ്ക്ക് വെളിച്ചമായി എന്നും എപ്പോഴും ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് ഇതൊന്നും കേൾക്കാനും താല്പര്യമില്ല. കേൾക്കണം. ഈ ജഗനൊന്ന് വിരൽ ഞൊടിച്ചാൽ ഒരു 100 പെണ്ണുങ്ങളെങ്കിലും ക്യൂ നിൽക്കും. പിന്നെ എന്താ ഞൊടിക്കാത്തത്? ആ കൂട്ടത്തില് വന്ദന കാണില്ലല്ലോ, അതുകൊണ്ടാ. അയ്യോ, ചളു അടിക്കാതെ ഇവിടെ നിന്ന് പോവാൻ നോക്ക്. പോകുന്ന വഴിയാ. അപ്പോഴാ എന്റെ ഹാർട്ടിനെ കണ്ടത്. ഇനി ഏതായാലും വീട് വരെ എത്തിച്ചിട്ടേ ഞാൻ പോവും. ഇരുട്ടത്ത് കൂട്ടായിട്ട് വന്നിട്ട് പോലും ഈ കണ്ണുകളിൽ ഒരു തരി സ്നേഹം പോലും കാണുന്നില്ലല്ലോ. കൂട്ടായി വരുന്നത് മറ്റൊരു ആപത്താണെന്ന തിരിച്ചറിവ് ഇപ്പോഴും ഉണ്ട്. ഇവരോട് സഹായം ചോദിക്കാം. അങ്ങനെയെങ്കിലും ഇയാളൊന്ന് ഒഴിവാക്കാലോ. നോക്കടാ, ഒരു പെണ്ണ്. അങ്ങോട്ട് നിന്ന് മുട്ടിയാലോ? അമ്മയും പെങ്ങന്മാരും തിരിച്ചറിയാത്തവന്മാര്.
അടുത്തായി വരുന്നത് മറ്റൊരു ആപത്താണെന്ന തിരിച്ചറിവ് എനിക്കുണ്ട്. ജഗനൊരു വിലങ്ങുതടിയാണല്ലോ. കുറുപ്പ് സാറ് പറഞ്ഞത് മകനാണെന്ന് നോക്കണ്ട, ശരീരം വേദനിക്കുന്ന രീതിയിൽ കൈകാര്യം ചെയ്യാനല്ലേ. കുറുപ്പ് സാറിന് അതൊക്കെ പറയാം. അന്ന് കിട്ടിയതിന്റെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല. അത് ഓർക്കുമ്പോഴാ ഒരു പേടി. കുറുപ്പ് സാറിനോട് എന്തു പറയും? അതെന്തെങ്കിലും കള്ളം പറയാന്ന്. കള്ളങ്ങാണോ പഞ്ഞം? ഈ കറണ്ടിന് പോകാൻ കണ്ടൊരു സമയം. പെണ്ണിനെ കാണുന്നില്ലല്ലോ. പേടിയാവുന്ന മുത്തശ്ശി. നല്ല ഇരുട്ട്, കറണ്ടും ഇല്ല, വന്ദനമ്മയെ കാണാനും ഇല്ല. അവൾ ഇപ്പോഴിങ്ങെത്തും. മോള് പേടിക്കാതെ. ആരോ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. എനിക്ക് പേടിയാവുന്നു. ഓ, പേടിക്കണ്ടെന്നേ. ആ, വന്ദനയാണല്ലോ. ഹായ് വന്ദനമ്മ. വന്ദനമ്മേ. എന്താ താമസിച്ചത്? പേടിച്ചു പോയല്ലോ. ആ അങ്കിൾ. വാ ജഗനങ്കിൾ. നീ മോളെ. ചോക്ലേറ്റ്. താങ്ക് യു അങ്കിൾ. വെൽക്കം. ആ മോളെ, ഈ ചോക്ലേറ്റ് കണ്ടപ്പോഴേ വന്ദനാമ്മയ്ക്ക് കൊതിയാവുന്നുണ്ട്. പെട്ടെന്ന് കഴിച്ചു, ഇല്ലെങ്കിൽ അമ്മ തട്ടിപ്പറിച്ചുകൊണ്ട് പോവും. ആവശ്യമില്ലാത്തൊന്നും കഴിക്കരുത് മോളെ, പല്ല് കേടാവും. ലോക്കൽ ചോക്ലേറ്റ് കഴിച്ചാലാ കേടാവുന്നത്. ഇതേ തനി ഫോറിൻ ചോക്ലേറ്റാ. പല്ല് കേടാവില്ലെന്ന് മാത്രമല്ല, നല്ല ഉറപ്പും കിട്ടും. അല്ല, മോനാണോ വന്ദന ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്? അതെ അമ്മേ, അത് അതിന്റെ ഉത്തരവാദിത്വമാണല്ലോ. പ്രതിസന്ധിപ്പെട്ട് കുഴങ്ങുന്ന ആരെയെങ്കിലും ദൈവം എന്റെ കണ്ണിൽ കാണിച്ചു തരും. ആ പ്രതിസന്ധി പരിഹരിച്ചു കൊടുക്കടാ ജഗ എന്നൊരു കൽപ്പനയും തരും. സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് വെട്ടവുമില്ല, ഒരു ഓട്ടോ പോലും കിട്ടാനുമില്ല. അങ്ങനെ വന്ദന കുഴഞ്ഞു നിൽക്കുമ്പോഴാ അതുവഴി ബൈക്കിൽ എന്റെ വരവ്. ആ വന്ദന നടക്കുന്ന വഴിയെ ഹെഡ്ലൈറ്റും തെളിയിച്ചുകൊണ്ട് ഒച്ചെഴുന്ന സ്ലോ മോഡിൽ ഞാനും വന്നു. ഈ പ്രകാശം പരത്തുന്ന ദൈവദൂതനെ പോലെ. അതേതായാലും നന്നായി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.